ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തുള്ളൂ ഒരു അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരെ, ഞാൻ ആട്ടുകാരുള്ള ഹലാൽ ചിക്കനിൽ കയറി. ഹലാൽ ചിക്കനിൽ കയറി നമ്മുടെ 50 രൂപ ചിക്കൻ ഉണ്ട്. അങ്ങനെ 50 രൂപ ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറി. അപ്പോൾ ഇവിടെ നിന്ന് 50 രൂപയ്ക്കുള്ള ചിക്കൻ അവർ റെഡിയാക്കി തരികയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇത് ആട്ടുകാരെന്ന് പറയുമ്പോൾ ആട്ടുകാർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ചിക്കൻ കട. ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ മാത്രമാണ് ഈ 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് 50 രൂപയ്ക്കുള്ള ചിക്കൻ വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ഞാനൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതാ മീനൂട്ടി ഇവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. മീനൂട്ടി, ഇത് ഏത് ബുക്ക് വായിക്കണത്? ഏതൊരു വായിക്കണ? ഇത് ഏത് ബുക്ക്? തകർത്ത് വായിക്കണം. എന്തൊരു പൊന്മുട്ട ഇടുന്ന താറാവ്. ഓ, പൊന്മുട്ട ഇടുന്ന താറാവ് എന്നാ. ഞാൻ വന്ന വഴിക്ക് ഞാൻ ഒരു 50 രൂപ ചിക്കൻ വാങ്ങിച്ചെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 50 രൂപ ചിക്കൻ ഞാൻ ദാ ഇവിടെ കൊണ്ടുവന്നതാ നമ്മുടെ പാത്രത്തിൽ കൊണ്ടിട്ട്. ഇത് കട്ടി പീസായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതോ 50 രൂപയ്ക്കുള്ള ചിക്കനാണ്. നമ്മളിവിടെ തൊട്ടടുത്തുള്ളൊരു കടയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും മതി ഇന്നൊരു ദിവസത്തേക്ക്, ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വാവച്ചി ഇവിടെ എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നോക്കിയേ, ഞാൻ വന്നപ്പോൾ കണ്ടതാണ് സവാള, പിന്നെ വെളുത്തുള്ളി, കാരിമുളക്, പിന്നെ നമ്മുടെ തക്കാളി, ഇങ്ങനെയുള്ളതെല്ലാം വാവച്ചി അരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വാവച്ചി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് നോക്കിയേ. വീട്ടിൽ നമ്മൾ കുറെ കഴിവിട്ടിരുന്ന തുണികളൊക്കെ ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പൊ അതെല്ലാം എല്ലായിടത്തും നമുക്കിവിടെ ഒതുക്കാനൊന്നും അലമാരയൊന്നുമില്ല. അപ്പൊ എല്ലാം ഓരോ പെട്ടിയെല്ലാം ബാഗുകളിലൊക്കെയാണ് ആക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെ കണ്ടോ, അതായത് പാത്രങ്ങളൊക്കെ നമുക്ക് വേറെ വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് വച്ചേക്കുന്നത് കണ്ടോ. എല്ലാം നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഞാൻ അങ്ങ് വച്ചേക്കാം. നമുക്ക് അല്ലാതെ ഇവിടെ ഒതുക്കാൻ പറ്റിയ അതായത് കണ്ടോ ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ആയതുകൊണ്ട് ഒതുക്കാൻ പറ്റിയൊരു സൗകര്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അവിടെ വാവച്ചി അത് ചെയ്യട്ടെ. അപ്പം ഞാൻ ചിക്കൻ വയ്ക്കാൻ പോവുകയാണ്. അതിനിതാ കുക്കർ കഴുകി എടുത്തിട്ടുണ്ട്. മീനിന് പൊരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇതിൽ നിന്ന് ഒരു കഷ്ണം 2 കഷ്ണം എടുത്ത് നമ്മൾ പൊരിച്ച് കൊടുക്കും. അപ്പുറത്തുനിന്ന് അമ്മ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ ചീര. ഇന്ന് നാളെ വയ്ക്കാൻ കഴുകിയിട്ട് തോരാൻ വയ്ക്കണമെന്നാണ് വാവച്ചി പറയുന്നത്. ഇത് ഇപ്പം അമ്മ കൊണ്ട് കൊടുത്തിട്ട് പോയതാണെന്ന്. നമുക്കിവിടെ ഫ്രിഡ്ജൊന്നും ഇല്ല. അപ്പോഴ് നമ്മളിത് ഇത് ഫ്രഷ് ആയിട്ട് നാളെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്ക് തീ കത്തിക്കാം കേട്ടോ. തീയൊക്കെ കത്തിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇത് കണ്ടോ, ഇതെവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് വയ്യാത്തോണ്ട് അമ്മാമ്മ എനിക്ക് വിക്സ് ഗുളിക വാങ്ങിച്ചു. വിക്സ് ഗുളിക അല്ല, അത് ഗ്യാസ് മിഠായി. എന്റെ ഫേവറേറ്റ് ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫേവറേറ്റ് ഗ്യാസ് മിഠായി. ഇതങ്ങനെ ഇപ്പൊ കുഴപ്പമില്ലാതെ തന്നെയാണ്. നേരത്തെ നടക്കിയത് കാണാനില്ലായിരുന്നു. അപൂർവമായിട്ടാണുള്ളത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കടുവൊക്കെ വറുത്തിട്ടതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കാരിമുളക്, സവാള ഇങ്ങനെയുള്ള എല്ലാം കൂടി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് അങ്ങനെ പറയാത്തത് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ പിന്നെ മസാല ആയിട്ട് ചേർത്തേക്കുന്ന മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, നമ്മളെ മല്ലിപ്പൊടി, ഉപ്പ്, ഇത്തരം ഐറ്റംസൊക്കെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു പൊടിക്ക് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. മീനുക്കുട്ടി, എന്തൊരു ജോലി ഇടി? മീനുക്കുട്ടിക്ക് ജോലിയോട് ജോലി തന്നെ. ഇടി മീനുക്കുട്ടി, ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട കൊടുത്താലോ ഈ മീനു? എന്നിട്ട് അത് അടച്ചു വെച്ച് വയ്ക്കാം. നമ്മൾ പാത്രം കഴുകി വയ്ക്കുന്നത്, പാത്രം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇതെടുത്ത് എവിടെയെങ്കിലും വെക്കണം. ഇതിൻ്റെ അടപ്പതാ, അത് അടച്ചു വയ്ക്കും. ഇതെല്ലാം പെരുന്ന് കിടക്കണോണ്ടാണ് ഒതുങ്ങിയിരിക്കാത്തത്. കുറേ സ്പൂണൊക്കെ ഇതിൽ വീണ് കിടപ്പുണ്ട്, അതൊക്കെ എടുക്കണം. അപ്പം ചിക്കൻ നമ്മളെല്ലാം അടക്ക ചെയ്ത് ചേർത്തൊക്കെ കൊടുത്ത ശേഷം അത് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഫിസിൽ കേൾക്കാനായിട്ട് നമുക്കിവിടെ വച്ചിട്ടുണ്ട്.
കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കാതെ വെച്ചിരുന്ന പാത്രങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ പൊടിയൊക്കെ അടിച്ചിരിക്കുകയത്. അങ്ങനെ അതെല്ലാം പറക്കി കഴുകി വെച്ചതാണ് കേട്ടോ. അത് ഇടയ്ക്ക് മീനുക്കുട്ടി ഒരു ദിവസം മുട്ട എടുത്തപ്പോൾ അതിൽ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും കഴുകി തോരാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നാളെ ഇനി പറക്കി എവിടെയെങ്കിലും വെക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. കൂട്ടുകാരെ അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൽ നിന്ന് പൊരിക്കാനൊക്കെ എടുക്കണം കേട്ടോ. കുറച്ച് അതിൻ്റെ കഷ്ണങ്ങൾ പൊരിക്കാൻ എടുക്കണം. അങ്ങനെ നമ്മളെല്ലാവരും ഇന്ന് ചോറ് കഴിക്കണം കേട്ടോ. ചോറിന് ഉച്ചത്തെ ക്യാബേജ് തോരനും നമ്മുടെ ചിക്കൻ കറിയും ചോറുമാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇന്നൊക്കെ ഇതൊക്കെ ഉള്ളൂ. മീനൂന് ഇതുപോലെ മിച്ചറും കൂടി എടുത്തോളൂ. അതെ അതെ, എല്ലാവരും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവരൊക്കെ ഇന്ന് റെസ്റ്റ് കിടക്കാറായി. ഞാൻ വിചാരിച്ചു എനിക്കൊരു കട്ടൻ കുടിക്കണം. അങ്ങനെ ഞാൻ ഒരു കട്ടനൊക്കെ കുടിക്കാൻ വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.